ഹായ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനിങ്ങനെ മോഡലിംഗ്, ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫീൽഡിലുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഞാൻ ജോബിൻ്റെ ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വല്ലപ്പോഴും മാത്രം വന്ന് അഭിനയിച്ച് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര അഭിനേത്രിയൊന്നുമല്ല. എനിക്ക് ഇമോഷൻസൊക്കെ വരാനാണെങ്കിലും ഡയലോഗ് ഡെലിവറിയിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് വരുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. ഭയങ്കര കോൺഫിഡൻസ് കുറവൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ട് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ 2 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ട് ലാബിൽ നിന്ന് സജീവ് സാറിൻ്റെ അടുത്തു നിന്നും അബൂക്കയുടെ അടുത്തു നിന്നും 2 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സജീവ് സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞപാട് ഞാൻ അഭിനയിച്ച ഒരു ആൽബമാണ് ഇടവഴി എന്ന് പറഞ്ഞത്. അതിൽ ഞാൻ തന്നെയാണ് അഭിനയിച്ചത്. ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഇന്നതാണ് സ്റ്റോറി, ഇന്നതാണ് സിറ്റുവേഷൻ, എനിക്ക് ഇഷ്ടമുള്ളത് അഭിനയിച്ചു. അപ്പോൾ ആ ഒരു അഭിനയം എൻ്റെ അടുത്തു നിന്നുള്ള, എൻ്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ടിലുള്ള അഭിനയമായിരുന്നു. അതെന്തുകൊണ്ടാണ് അഭിനയിച്ചതെന്ന് വെച്ചാൽ സജീവ് സാറ് ക്ലാസ് തന്നുകൊണ്ടാണ്. പിന്നെ ഞാൻ ആദ്യാവസാന രാത്രി എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫിലിമിലും അവർ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എനിക്ക് ഇതാണ് സിറ്റുവേഷൻ, എനിക്ക് ഇഷ്ടമുള്ള പോലെ അഭിനയിച്ചു. അപ്പോൾ അതും ഞാൻ അബൂക്കയുടെ ക്ലാസ് കഴിഞ്ഞപാട് പോയിട്ട് അഭിനയിച്ചതുകൊണ്ട് ഇത് രണ്ടുമാണ് ഞാൻ ഒറ്റയ്ക്ക് അഭിനയിച്ചു എന്ന് പറയാൻ എനിക്ക് വാദിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അതിൽ ഞാൻ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള കാണുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ വ്യൂ ആയിരിക്കുമല്ലോ. എനിക്ക് സെൽഫ് കോൺഫിഡൻസ് തന്ന 2 വർക്ക് അതാണ്. ബാക്കിയൊക്കെ ഡയറക്ടർ എന്താണോ പറയുന്നത് അതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ, ഈ ഒരു 5 ഇയേഴ്സ് ജേർണി എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫായിരുന്നു. ഇടയ്ക്ക് ഞാൻ നിർത്തുന്നത് കൊണ്ട് തന്നെ പിന്നെ കയറുമ്പം ഒരുപാട് കോണ്ടാക്ട്സ് മിസ്സാവും, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിർവ്വാണ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ്. അയ്യോ, അതിൽ ഞാൻ അരി എണ്ണി എണ്ണി പരിവായിട്ടുണ്ടായിരുന്നു. അവരെന്നെ ചൂസ് ചെയ്തതിന് എനിക്കിപ്പോഴും അവരുടെ അടുത്ത് ഭയങ്കര കടപ്പാടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത, ABCD അറിയാത്ത ഒരാൾ പിടിച്ച് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വർക്ക്. പിന്നെ ഞാൻ അതിനു മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മെട്രോ ക്യൂ എന്ന് പറഞ്ഞിട്ട് മനോരമയുടെ ഒരു ചെറിയൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ കുറേ ആഡ്സ് ചെയ്തു, ഷോർട്ട് ഫിലിം ചെയ്തു, ആൽബം ചെയ്തു, പിന്നെ മൂവീസ് ചെയ്തു. അതൊക്കെ ഹാപ്പിനെസ് ആണ്. ഓരോ സ്റ്റെപ്പും ഞാൻ ഇപ്പോഴും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹാപ്പി ആയിട്ടിരിക്കുകയാണ്.